ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയാവോ? കിരൺ എന്റെ കാലില് പിടിച്ച് മുറിവ് കെട്ടിയ സമയത്ത് കരയുന്നുണ്ടായിരുന്നോ? ഹേയ്, ഞാൻ കരയാനോ? കിരൺ വേണ്ട, നോണയൊന്നും പറയണ്ട. കിരൺ കരയുന്നത് ഞാൻ കണ്ടതാണല്ലോ. അത് ദുർഗയ്ക്ക് വെറുതെ തോന്നിയതാ, ഞാൻ കരഞ്ഞില്ല. എനിക്കറിയാം കരഞ്ഞൂന്ന്. കിരൺ എന്തിനാ കരഞ്ഞത് അത് പറ. അത് പിന്നെ ഇതെന്ത് ചോദ്യ ദുർഗെ? താനെന്നെ വിശ്വസിച്ച് എനിക്ക് വേണ്ടിയില്ല ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പോ തന്നെ നോക്കേണ്ടത് എന്റെ കടമയല്ലേ? അതുകൊണ്ടാ തനിക്ക് വയ്യാതെ വന്നപ്പോ പെട്ടെന്ന് ഞാൻ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയത്. ഇവര് രണ്ടുപേരും സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അല്ലല്ലോ ഇവര് സംസാരിക്കുന്നത്. ദുർഗെ, ഇന്ന് നീ എത്ര ഭംഗിയായിട്ടാ ഡാൻസ് കളിച്ചത്. ഈ ജീവിതകാലം മുഴുവൻ നിന്നെ കണ്ടെടുക്കാതെ നോക്കിയിരിക്കാനാ എനിക്കിഷ്ടം. ദുർഗെ, പൂർണിമ ചേച്ചി, നിന്നെ എന്റെ ഭാര്യയായി കിട്ടിയത് എന്റെ ഭാഗ്യമാ ദുർഗെ. പക്ഷേ നിന്റെ ഈ കാലിൽ ചോര പിടിഞ്ഞപ്പോ എന്റെ ശ്വാസം നിന്നുപോയതുപോലെ തോന്നി. അയ്യോ, നിന്റെ കാല് ഞാൻ തിരുമ്മി തരട്ടെ? പതുക്കെ. ദുർഗെ ചേച്ചി. ചേച്ചി, ഇരുന്നു കിരൺ. എങ്ങനെയുണ്ട് ഇപ്പോ? കുഴപ്പമൊന്നും ഇല്ല ചേച്ചി. നിങ്ങൾ രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം. എന്തിന്? എന്താ ചേച്ചി കാര്യം? നിങ്ങൾ രണ്ടുപേരും പെരുമാറുന്നത് കണ്ടപ്പോ നിങ്ങൾ ശരിക്കും കല്യാണം കഴിച്ചതാണോന്ന് എനിക്ക് സംശയം തോന്നിയിരുന്നു. പക്ഷേ ഇപ്പൊ ആ സംശയം മാറി. ദുർഗയുടെ കാല് മുറിഞ്ഞപ്പോ കിരൺ അനുഭവിച്ച വേദന കണ്ടപ്പോ അവന് ദുർഗയോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ദുർഗയ്ക്ക് വേദന കുറവില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഇപ്പോ വേദന കുറവുണ്ട് ചേച്ചി. ഇനി വേദന കൂടിയാ പോകാം. ശരി, എന്തേലും ഉണ്ടായി പറയണേ. പറയാം ചേച്ചി. പറയാം ചേച്ചി.